പുഴയുടെ തല അതെന്റെ കുണ്ടിയിലാക്കും. പ്ലേസിലോട്ടായി. ഇത് ഫുള്ള് ബിൽഡിങ്ങും മതിൽ കെട്ടുമായിരുന്നു. അത് മൊത്തം ഇടിഞ്ഞ് തകർന്നതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുക. ബാക്കിയെല്ലാം ഇതായതാണ്. പിന്നെ അതിന്റെ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ എന്ന് പറയാൻ നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലേ ഒരു ഷീറ്റ് ഇട്ട് കവർ ചെയ്തേക്കണുണ്ട. അതിന്റെ അവിടെ നമ്മുടെ തറയൊക്കെ വീടിന്റെ തറകൾ കിട്ടൂലേ, അതിന്റെ അവശിഷ്ടം മാത്രമേ ഉള്ളൂ. കാരണം മേലെയുള്ള ബിൽഡിങ് മൊത്തം പീരങ്കികളോ കൊണ്ടൊക്കെ തകർന്ന് തരിപ്പണായിട്ട് ഉണ്ടായിരുന്നു. അത് നമ്മുടെ പള്ളിപ്പുറം കോട്ടയിലോട്ട് ടച്ച് ചെയ്യണ്ടെന്നാണ് പറയുന്നത്. നമ്മളിവിടെ ഒരു പടിപ്പുര പോലെ കണ്ട, സ്റ്റെപ്പ് പോലെ കണ്ട. ഇതാണ് കോട്ടയുടെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ കാണുന്നത്. ഈ ഫ്രണ്ടില് ഇവിടെയാണ് കപ്പലുകൾ വന്ന് എടുത്തിട്ട് നേരെ കയറി. കോട്ടയുടെ ഫ്രണ്ട് പോർഷൻ ആയിരുന്നു ഇത്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിന്റെ മുകളിൽ കൂടെ ഒരു ബിൽഡിംഗ് പോലെ പോയിട്ടുണ്ട്. അതാണ് ആ ടണലിന്റെ ഒരു ഭാഗം. ചെറിയൊരു ഗ്യാപ്പ് പോലെ ഉണ്ടോ, നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. ആ സ്റ്റെപ്പിന്റെ സൈഡിൽ കൂടെ മുമ്പ് ഒരു വാതില് പോലെ ഉണ്ടോ, അതാണ് ടണല്. ഇതാണ് നമ്മുടെ കോട്ടപ്പുറം കോട്ട. ഓക്കെ, ഇത്രേ ഉള്ളൂ. പക്ഷെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമായിരുന്നു. അത് തകർത്ത് ഇതായിപ്പോയി. ഓക്കെ, അപ്പോ ഇനി അടുത്ത് നമുക്ക് ഈ പുലിമുട്ടിട്ടേക്കാണ്. നമുക്ക് ഈ പുലിമുട്ടിന്റെ ആ ഭാഗം വരെ പോകാനേ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്ത് നമുക്ക് പ്രവേശനമില്ല. ശരിക്കും ഇതാണ് നമ്മുടെ ഫൈനൽ. ഇത് ആ ബിൽഡിങ്ങിന്റെ അവിടെ വരുള്ളൂ. അത് പഴയ പോർട്ട് ഓഫീസാണ്. അതിന്റെ അവിടെ നമ്മൾ വളർത്തണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ കടലിൽ പോവാത്ത കാരണവും കടലൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുത് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് കയറ്റി തരും. ഇപ്പൊ രണ്ട് സൈഡിലോട്ട് നോക്കി, കര എവിടെയാന്ന് നോക്കി, നിങ്ങൾ എവിടെയാന്ന് നോക്കി, കണ്ടില്ലേ? അതായത് നമ്മ കടലിലോട്ട് കയറി കഴിഞ്ഞു. ഇതാണ് കടലിന്റെ മൗത്ത്, സീ മൗത്ത്. കടലും കായലും സംഗമിക്കുന്ന സ്ഥലം കണ്ടോ. രണ്ട് സൈഡിലും കാണുന്ന പുലിമുട്ട് കണ്ടോ. അപ്പൊ ഇപ്പൊ എല്ലാരും ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കി, കടലിന് നേരെ നോക്കിയാ കണ്ട. കടലിന്റെ ശാന്തമാണല്ലേ, എന്ത് രസമാണല്ലേ കാണാൻ. മഴക്കാലത്ത് ഇതിന്റെ രസമൊക്കെ പോകും. കാരണം നല്ലൊരു ഹൈറ്റിലവിടെ തിരകൾ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് പേടിയാവും. ഇപ്പൊ കാണാൻ നല്ല രസമില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? പുലിമുട്ടുണ്ടാക്കിയേക്കണുണ്ടോ എല്ലാവരും? ട്രൈപോഡ് പോലത്തെ സാധനങ്ങൾ ഇട്ടേക്കണത്. ആ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതിന്റെ പേരെന്താണെന്നറിയോ? ടെട്രാപോഡ്. അപ്പൊ നമുക്ക് പോവാം. കടലുണ്ടില്ലേ? ഓക്കെ. ഇപ്പൊ കണ്ട മുനമ്പം ഇതിന്റെ ലാസ്റ്റ് എൻഡ് കണ്ടോ നിങ്ങൾ? മുനമ്പം ബീച്ചിന്റെ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന മുനമ്പം. Bagaimana?
വള്ളങ്ങളൊക്കെ പോകണുണ്ടോ മീൻ പിടിക്കാനായിട്ട്? ചേട്ടന്മാര് പോയിട്ട് ഇനി മീൻ കൊണ്ട് വരുള്ളൂ. നല്ല വെയിലുണ്ട്, ഒന്നറിയണല്ല. മുസ്ലിം ഏറ്റെടുത്ത് നടത്തുന്നത്. അതിന്റെ തന്നെ എന്തോരം വലിപ്പുണ്ടോ നോക്കി. ഒരു മിനി ഷിപ്പിന്റെ അത്ര ഉണ്ടല്ലേ. കണ്ടോ, ഇതാണ് ഫിഷിംഗ് ബോട്ട്. ഇവിടെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാനാണ് മുനമ്പ ഹാർബർ കേട്ടോ. ഈ ബോട്ടിലൊക്കെ മീനുണ്ട് ഇപ്പോ. അതൊക്കെ നാളെ മോർണിംഗ് 3 മണിക്ക്, രാവിലെ വെളുപ്പിന് 3 മണിക്ക് ലേലം വിളി തുടങ്ങും. ഒരു 9 മണി 10 മണിയാകുമ്പോഴേക്കും ലേലം വിളി കഴിഞ്ഞ് ഇതേപോലെ ഹാർബറിൽ ആരും ഇല്ലാണ്ടിരിക്കും. പക്ഷെ വെളുപ്പിനൂടെ 3 മണിക്ക് തന്നെയാണെങ്കിൽ ഉണ്ടല്ല, ഒരു ഉത്സവപ്പാടത്തുള്ള ജനങ്ങളുണ്ടാവും. ആ കിടക്കുന്ന വണ്ടികൾ കംപ്ലീറ്റ് നാളെ രാവിലെ കയറ്റി കൊണ്ടുപോകാനായിട്ട് നേരത്തെ വന്ന് പിടിച്ചിട്ടേക്കണം സ്ഥലം. അത്രയും തിരക്കായിരിക്കും ഇവിടെ. ഇവിടെ കംപ്ലീറ്റ് ബോട്ടായിരിക്കും. ഇത്രയും ബോക്സ് ഒക്കെ നിറച്ച് പോകണമെന്നുണ്ടെങ്കിൽ നിറഞ്ഞ് ഇതേപോലെ വിളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. ഓരോ ഫിഷിംഗ് ബോട്ടിന്റെ വലിപ്പം മാറി മാറി വരണ്ട. അത് ഓരോ സമയങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ടാകും. ഏറ്റവും വലുത് അങ്ങനെ അങ്ങനെ ഏറ്റവും പുതിയതായിട്ട് പണിയുമ്പോൾ ഏറ്റവും വലുതായിരിക്കും പണിയാ. അതിലോട്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് ഇതേപോലെ പില്ലറുകളാക്കി മാറ്റും. ഒരു ബോട്ട് ഫിഷിങ്ങിന് പോകാനായിട്ട് ഏകദേശം 2 ലക്ഷം രൂപ ചെലവ് വരും. ഒരു ഒറ്റ പ്രാവശ്യം പോകുമ്പോൾ. അതായത് ഫുഡ്, ഡീസല്, അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ടാണ് പോകുന്നത്. വെള്ളം കാരണം 18 ദിവസമൊക്കെ ആയിട്ടല്ലേ റിട്ടേൺ വരുള്ളൂ. നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഈ പാലത്തിന്റെ പേരാണ് മാലിയങ്കര പാലം. ചെട്ടിക്കാട് പള്ളിയിൽ അങ്ങോട്ട് പോകാനായിട്ട്. അതായത് വൈപ്പിന്റെ ഇവനായിട്ട് ബന്ധിക്കപ്പെട്ടേക്കുന്ന ഒരു ബ്രിഡ്ജാണ് ഈ കാണുന്നത്. പട്ടണം പാസഞ്ചേഴ്സ് ഉണ്ട്. 2 വീലറുകാർക്ക് മാത്രമല്ല, ഐ മീൻസ് ആൾക്കാർക്കും 2 വീലറിനും വാഹനങ്ങൾക്ക് 2 വീലർ മാത്രം കയറുള്ളൂ.